നിങ്ങൾക്കുള്ള ടാരോ ഗൈഡൻസ് ഇന്നത്തേക്ക് എന്താണെന്ന് നോക്കാം. ത്രീ ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. റിലേഷൻഷിപ്പിൽ വളരെയധികം ഒരു ദുഃഖത്തോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് സംഭവിച്ചവരുടെ എനർജിയാണ് ലഭിക്കുന്നത്. വളരെയധികം വേദനാജനകമായ ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്ന കുറച്ച് പേരാണ്. അവർക്കാണ് ഇന്നത്തെ സന്ദേശം. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഈ നിമിഷത്തിൽ അല്പം ഒന്നൊരു ബ്രേക്ക് എടുക്കുക, ഒന്ന് ചിന്തിക്കുക. ഈ കഴിഞ്ഞ നിങ്ങളുടെ സംഭവത്തെ, ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് ഇടയ്ക്കുള്ള ഒരു ഇടവേളയായിട്ടാണ് ഈ സമയത്ത് നിങ്ങൾ കാണേണ്ടത് എന്നാണ് പറയുന്നത്. വളരെയധികം 9 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. വളരെയധികം ഉത്കണ്ഠാകുലരാണ് പലരും. രാത്രി ഉറക്കം പോലുമില്ല. ദുസ്വപ്നങ്ങൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ വേർപാട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായ ഒരു കാര്യമാണ്. ഇതിന് എന്താണ്, ഇത് ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചിലർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇന്റലക്ച്വലായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇമോഷണലായ കാര്യങ്ങൾ മാറ്റിവെച്ച് കുറച്ചും കൂടി പ്രാക്ടിക്കലായ ഒരു അപ്രോച്ചോട് കൂടിയിട്ട് ഈ ബന്ധത്തെ കാണണം, അല്ലെങ്കിൽ പ്രാക്ടിക്കലായ അപ്രോച്ചോട് കൂടി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ബന്ധമായിരിക്കാം നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രത്യേക ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ താൽക്കാലികമാണ്. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണർ വരുന്നുണ്ട്. അദ്ദേഹം വളരെയധികം ഇന്റലക്ച്വലായി ഫോക്കസ്ഡ് ആയ ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് ആ രീതി ഭൗതികമായ തലത്തിൽ ഒരു കണക്ഷൻ ഇദ്ദേഹവുമായിട്ട് അനുഭവപ്പെടും. പിന്നെ നിങ്ങളുടെ താല്പര്യങ്ങൾ ഒരുപോലെ ആയിരിക്കും. അത് തന്നെ നിങ്ങളുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു അടിസ്ഥാനമായിരിക്കും. അങ്ങനെയാണ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഇദ്ദേഹം ഒരു പ്രത്യേക ഡിസിഷൻ മേക്കിങ്ങിന് കഴിവുള്ള ആളായിരിക്കും. പിന്നെ ചിലരോട് കിങ് ഓഫ് സോഴ്സിന്റെ എനർജിയിൽ എത്താനാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളെ ഇംപ്രൂവ് ചെയ്യണം. കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ലോജിക്കലായി പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾ വളർത്തിയെടുക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും.